കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെന്റെ വിശ്വാസം കാപ്പാൻ വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുമേ. വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുമേ. സുഭാഷിതം. സന്തോഷകരമായ ഒരു ജീവിതം നയിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ നാം അറിഞ്ഞോ അറിയാതെയോ നിരാശയും അധൈര്യവും ദുഃഖവുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. പലരുടെയും ചോദ്യം ഇതാണ്: അവർ ദൈവത്തെ വിളിക്കുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്ര കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത്? തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്ന് ഇയ്യോബ് പറഞ്ഞു. ആദിമ മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമാണ് കഷ്ടതയുടെ ആവിർഭാവം. എല്ലാ മനുഷ്യരും അനുഭവിക്കേണ്ടതാണ് കഷ്ടതയെങ്കിലും വിശ്വാസികൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കാരണം നാം സഹിക്കുന്ന താൽക്കാലിക വേദനകളെ മറികടക്കുന്ന ഒരു പ്രത്യാശ അവർക്കുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലുമുള്ള വിശ്വാസത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ദൈവമായി അനുരഞ്ജിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ ശക്തിയും ബലവും നൽകുന്നു. പൗലോസ് വീണ്ടും പറയുന്നത്: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിലെ മനോധൈര്യം നഷ്ടപ്പെടുമ്പോഴാണ് നാം ക്ഷീണിതരായിത്തീരുന്നത്. ജീവിതം ദുഷ്കരമാകുമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ വെല്ലുവിളിക്കുന്ന ഒരു പ്രത്യാശയാണ് കർത്താവ് നമുക്ക് തന്നത്. യോഹന്നാൻ 16:33 എഴുതിയിരിക്കുന്നത്: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയിച്ച ഈ യേശുവിൽ വിശ്വസിക്കുന്നവർ നിരാശരാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസവും പ്രത്യാശയും ഈ ഭൂമിയിൽ അവർ നേരിടുന്ന ഏത് പ്രതിസന്ധിയേക്കാളും വലുതാകുന്നു. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയും ദൈവത്തോടൊപ്പമുള്ള നിത്യജീവൻ്റെ പ്രത്യാശയും നമ്മെ മുന്നോട്ട് നയിക്കാനും ജീവിത സാഹചര്യങ്ങൾക്കിടയിലും ക്ഷീണിച്ചു പോകാതെ ധൈര്യത്തോടെ നിലനിൽക്കുവാനും സാധിക്കുന്നു. റോമർ 8:37 പറഞ്ഞിരിക്കുന്നത്: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. 2 കൊരിന്ത്യർ 4:17 അപ്പോസ്തലനായ പൗലോസ് ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളും ഭാവി മഹത്വവും തമ്മിലുള്ള മനോഹരവും ശക്തവുമായ വ്യത്യാസം അവതരിപ്പിക്കുന്നു. അത് വായിക്കുന്നത്: നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഫോർ അവർ ലൈറ്റ് അഫ്ലിക്ഷൻ which is but for a moment is working for us a far more exceeding and external weight of glory. ഇപ്പോൾ നാം ഭൂമിയിൽ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ കഷ്ടപ്പാടുകളും വരാനിരിക്കുന്ന ദൈവവുമായുള്ള നിത്യതയുടെ മഹത്വമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് ലഘുവും ക്ഷണികവുമായ ഒന്നാണെന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ കഷ്ടപ്പാട് അർത്ഥശൂന്യമല്ല, അത് മറ്റൊരു ഉദ്ദേശം കൂടെ നിറവേറ്റുന്നു. റോമർ 5:3-4 പൗലോസ് എഴുതിയിരിക്കുന്നത്: കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പൗലോസ് കഷ്ടമനുഭവിച്ചത് ക്രിസ്തുവിന് വേണ്ടിയായിരുന്നു. പത്രോസ് പറയുന്നു: ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീനെന്ന്.
കഷ്ടതയോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ഗോഡ് ബ്ലെസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോ നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കുന്നെന്നെ അനുദിനവും